ചൈനയുടെ J-36 ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം. 5ാം തലമുറ യുദ്ധവിമാനമാണ്. അമേരിക്കയുടെ സ്റ്റെൽത്ത് ഉണ്ട്. ഇതിനെ മറികടക്കുന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് കിട്ടാനുള്ള വഴി ഒരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ പക്കൽ ഇപ്പോൾ ഉള്ളത് 4.5 ജനറേഷനിൽ വരുന്ന റാഫേൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് തേജസ് ആ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും അത് ചില ടെക്നിക്കൽ ലൈറ്റ് കോമ്പാക്റ്റ് ആണ്, ചെറുകിട യുദ്ധവിമാനമാണ്. പക്ഷെ നമുക്കിപ്പോൾ J-36 അമേരിക്കയുടെ ഉള്ളതുപോലെ തന്നെ 5th ജനറേഷൻ ചൈനയുടെ പക്കലുള്ളതുപോലെ 5th ജനറേഷൻ വിമാനങ്ങൾ അമേരിക്കയിലുണ്ട്. അമേരിക്ക ആർക്കും കൊടുക്കത്തില്ല, റാപ്റ്റർ പോലെയുള്ള വിമാനങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് കിട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ജപ്പാൻ്റെ സഹായത്തോടെയാണെന്ന് പറയുന്നു. ജപ്പാൻ ചൈനയെ ജപ്പാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമല്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിൽ ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതെ, ജപ്പാനും ബ്രിട്ടനും കൂടിയാണ് ഇങ്ങനൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നത്. 6th ജനറേഷൻ പോർവിമാനം. അതിൽ അവർക്ക് ഇതിനും മാത്രം പണം മുടക്കാൻ പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇറ്റലിയെ കൂടി ആക്കിയിരുന്നു. ഇറ്റലിയെ കൂടി ചേർത്തിരുന്നു. നമ്മളെ സംബന്ധിച്ച് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ റഷ്യയുടെ ആയിട്ട് സഹകരിച്ചു പോകും. അപ്പൊ സഹകരിച്ചു പോകുന്നത് കൊണ്ട് ഇത് ലീക്ക് ചെയ്യോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറക്കാലം അവർ മടിച്ചു നിന്നു. ഔദ്യോഗികമായി ജപ്പാൻ ഇന്ത്യയെ ഈ പദ്ധതിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ ജപ്പാൻ സംഘമുണ്ട്. ഇത് ചിലപ്പോൾ ഇത് ഒപ്പിടാനും സാധ്യതയുണ്ട് താമസിയാതെ. ഇതിൻ്റെ ചർച്ചകൾ കുറച്ച് ദിവസമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളൊക്കെ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ എയർ ചീഫ് മാർഷൽ വ്യോമസേനാ മേധാവി കഴിഞ്ഞ കുറേ കാലമായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നത് നമ്മുടെ വ്യോമസേന വളരെ കരുത്തുറ്റതാണ്. പക്ഷേ നമുക്ക് 31 സ്ക്വാഡ്രണുകളേ ഉള്ളൂ. 42 വേണ്ടതാണ്. 11 കുറവുണ്ട്. പല വിമാനങ്ങളും ഇപ്പം മിഗിനെ കുറിച്ചൊക്കെ പറയുന്ന പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് പറയുന്നത്. വളരെ പക്ഷേ നമ്മൾ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് F-16 വരെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ. ഇതിൻ്റെ വിവരം അറിയുമ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ വൃദ്ധ വ്യൂഹങ്ങൾ ഉണ്ടല്ലോ വിമാനങ്ങളുടെ, അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ J-36 സമാനമായിട്ട് ഒരു പക്ഷേ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നതായിരിക്കും ഈ വിമാനം എന്ന് ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളിൽ പറയുന്നുണ്ട്. ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം എന്നാണ് പദ്ധതിയുടെ പേര്, GCAP. ജപ്പാൻ, UK, ഇറ്റലി 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ വരുന്നു. അപ്പോൾ 2035 ഈ വിമാനം ഉണ്ടായിരിക്കും. 2027 ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് റെഡി ആയിരിക്കും. അങ്ങനെയാണ്. കാരണം ബ്രിട്ടനും ജപ്പാനും ഒക്കെ ഇത് ആലോചനയൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഏപ്രിൽ 30 ഔദ്യോഗികമായിട്ട് ഇന്ത്യയെ ഈ പദ്ധതിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. നമ്മൾ പോസിറ്റീവാണ് ആ കാര്യത്തിൽ. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവും. ഇത് ഇന്ത്യയിൽ പണിയണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ, കാരണം ഇപ്പൊ നമ്മളെല്ലാം അങ്ങനെ ആവശ്യപ്പെടുന്ന ഇസ്രായേലുമായി ചേർന്ന് പല പദ്ധതികളും നമ്മൾ സ്കാൽപ് മിസൈൽ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അതെ, ഇനി മിസൈലുകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ ടെക്നോളജി ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടാണ് പല സംയുക്ത സംരംഭങ്ങളും ഇനി വരാൻ പോകുന്നത്. സ്കാൽപ് മിസൈൽ ഫ്രാൻസിന്റെ ആണെന്ന്. അപ്പൊ ഫ്രാൻസിന്റെ മിക്കവാറും എല്ലാം ഇവിടെ സഹകരിച്ച് ഇവിടെ തന്നെ പണിത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇൻഡോ പസഫിക് സെക്യൂരിറ്റി അത് ലാക്കാക്കിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പ്രതിരോധ സഹകരണം അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ആവശ്യമാണ്. 2022 ഡിസംബറിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളൊക്കെ സ്ഥിരീകരിച്ച് വന്നത്. സ്റ്റെൽത്ത് ഫൈറ്ററാണ് ഇത്. ഇപ്പോൾ ജപ്പാനെ സംബന്ധിച്ച് വൃദ്ധ വിമാനങ്ങൾ എന്ന് പറയുന്നത് മിത്സുബിഷി F2, പിന്നെ ബ്രിട്ടൻ, ഇറ്റലി അവരുടെ യൂറോ ഫൈറ്റർ ടൈഫൂണുകൾ, ഇതൊക്കെ ഖണ്ഡം ചെയ്യാനുള്ള അവസ്ഥയിലായി. അതുകൊണ്ടാണ് ഈ പുതിയ പദ്ധതി. ഇത് സ്റ്റെൽത്താണ്, AI ആണ്, മോഡുലാർ ഡിസൈനാണ്. എങ്ങനെ വേണമെങ്കിലും പിന്നീട് മാറ്റാവുന്ന, പരിഷ്കരിക്കാവുന്ന ഡിസൈനാണ്.
ഇതിൻ്റെ ചെലവ് $40 ബില്യൺ, 3,38,305 കോടി രൂപ. അതാണ് അതിൻ്റെ അകത്ത് നമ്മൾ അവർക്ക് ഇത്രയും മുടക്കി ഇത് ഉണ്ടാക്കാനുള്ള പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് ഇറ്റലിയെ ചേർത്തത്. ഇപ്പോൾ ഇറ്റലി സമ്മതിച്ചിരുന്നു, ഇപ്പം നമ്മളെയും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഡൽഹി സന്ദർശനം, ഇതിനു മുമ്പ് ഈ ഫെബ്രുവരിയിൽ ജപ്പാൻ്റെ ഒരു സംഘം വന്നിരുന്നു. ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ഈ പദ്ധതി മുഴുവൻ അവതരിപ്പിച്ചു നമ്മുടെ സേനകളുടെയും പ്രതിരോധ വകുപ്പിൻ്റെയും മുമ്പിൽ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കതിൽ തേജസ് ഉണ്ട്, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് വിമാനമാണത്. അപ്പോൾ നമുക്ക് കുറേയും കൂടി വികസിതമായ ഒരു അത്യാധുനിക വിമാനം എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ചൈന J-36 ഉണ്ടാക്കുമെന്ന് ഏപ്രിലിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ക്വാഡ് രാജ്യങ്ങൾ US, ഓസ്ട്രേലിയ, ജപ്പാൻ അവരൊക്കെ തമ്മിൽ ആലോചിച്ച് ഈ പദ്ധതികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ത്യക്ക് റഷ്യ ബന്ധം ഉള്ളത് കൊണ്ടാണ് S-400 നമുക്ക് ഉണ്ടല്ലോ, റഷ്യയുടെ ട്രയംഫ്. അതെ, നമുക്കത് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭയം ഉണ്ടായിരുന്നു കൂട്ടിച്ചേർക്കാൻ. അതുപോലെ പാകിസ്ഥാൻ ചൈന ബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കയറി നമ്മൾ പല സമയത്തും ഇടപെടേണ്ടി വരും. അങ്ങനെ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്താകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചു, റെഡിയായി. ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണം റഷ്യയുടെ മേലുള്ള ആശ്രയം നമുക്ക് കുറയ്ക്കാം. നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു വിമാനം ആണല്ലോ ഉണ്ടായി വരുന്നത്, നമ്മളോട് പങ്കാളിയായിട്ടാണ്. അപ്പം നമുക്ക് ഈ ടെക്നോളജിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഡിഫൻസ് സൈറ്റിൽ നമുക്ക് കാണാം, നമ്മളൊരു വിമാന എൻജിൻ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രഖ്യാപനവും നടത്തിയിരുന്നു. അപ്പോൾ ഒരു വിമാന എൻജിൻ കൂടി നമുക്കുണ്ടായി കഴിയുക. ഈ തേജസിന്റെ ഒക്കെ പരിമിതി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് എൻജിൻ കിട്ടാത്തതായിരുന്നു. ട്രംപ് ജനറൽ ബൈഡന്റെ കാലത്ത് വെച്ച് താമസിപ്പിച്ചിരുന്നു. ട്രംപ് വന്നതിന് ശേഷമാണ് അത് റിലീസായത്. കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനറൽ ഇലക്ട്രിക് അത് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് അവിടെ അതിന്റെ ആദ്യ ബാച്ച്, അവിടെ ഇപ്പോഴാണ് കോവിഡ് മാറിയത്. ആദ്യ ബാച്ച് ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. അത് വലിയ ഗുണമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഔദ്യോഗികമായി ഇതിന്റെ പ്രഖ്യാപനം അധികം താമസിയാതെ വന്നേക്കും. കാരണം ആയുധ വിപണിയിൽ ഇപ്പം നമ്മൾ വലിയ തോതിലുണ്ട്. നമ്മളുടെ അർമേനിയ വാങ്ങിക്കുന്നു ഇല്ലേ, അതുപോലെ പല രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, അതെ, ഇവരൊക്കെ താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആയുധ വിപണിയിൽ വലിയ തോതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒന്നിൽ പങ്കാളികളാകുന്നതും നമുക്കതിൽ നൈപുണ്യം കിട്ടുന്നതും വലിയ കാര്യം. അത് മാത്രമല്ല, അത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറി ഒരു ഗ്ലോബൽ പവറാണ്. അപ്പോൾ ഏറ്റവും മികച്ച, ഏറ്റവും ആധുനികമായ, ആരോടും കടപിടിക്കാൻ കഴിയുന്ന ആയുധങ്ങളും വിമാനങ്ങളും നമുക്ക് വേണം. നമ്മളൊരു വൻശക്തിയാകുന്നു എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ട്. പോളണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. റഷ്യ അവിടെ സൈബീരിയ പോലുള്ള സ്ഥലത്ത് കൂടിയൊക്കെ ഈ മഞ്ഞ് പ്രദേശത്ത് കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകൾ ഇന്ത്യയുമായിട്ട് സംയുക്ത സംരംഭത്തിൽ പണിയാൻ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിപണി നമുക്കുണ്ടായി. പണ്ട് ഒരു 15-10 വർഷത്തിനപ്പുറം ഇന്ത്യ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിന് മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. 2013 വരെ കൈനീട്ടിക്കൊണ്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു വലിയ സംഭവമായിട്ട് വരികയാണ്. ബ്രഹ്മോസിനെ പോലെയൊന്നും ഒരു മിസൈൽ ഇപ്പോൾ ലോകത്ത്, അതായത് ഈ ഭൂമിയിലൂടെ ഏറ്റവും താഴ്ന്ന് സഞ്ചരിക്കുന്ന മിസൈൽ പോലൊന്നും വേറെ ഇല്ല. ഇതുപോലെ പല പയനിയറിങ്
പരിപാടികളും നമ്മൾ ആയുധ കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.